ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുളക് ബജിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ ബജി മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചില മുളകിന് എരിവ് കാണും. അപ്പോൾ എരിവ് ഒന്ന് പോകാനായിട്ട് ഇത് കുറച്ച് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് കീറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡൊക്കെ ഒന്ന് എടുത്ത് കളയുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് കളയണമെന്നില്ല. സൈഡിൽ നിന്ന് ഒന്ന് കീറി കൊടുത്താൽ മതി. അതുപോലെ ഇത് ഫുള്ളായിട്ട് മാവിൽ മുക്കി പൊരിക്കാതെ ഹാഫ് ആക്കിയിട്ട് വേണമെങ്കിലും മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഹാഫായിട്ട് ചെയ്യുകയാണെങ്കിൽ വേഗത്തിൽ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ സീഡെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ചൂട് തിളച്ച ചൂടല്ല, ഒരു നല്ല അത്യാവശ്യം നല്ല ചൂടിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് മുളകൊന്ന് മുക്കി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതവിടെ ഇരിക്കുന്ന നേരത്ത് ഇതിലേക്കുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പോളം കടലമാവ് ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചൊരു കളർ കിട്ടുന്നതിനായിട്ട് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി മതിയാവും. ഇനി എരിവനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കുക. ഞാനിവിടെ ഒരു ടീസ്പൂൺ നിറയും മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 നുള്ളു കായപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ കടലമാവ് ചേർക്കുന്നത് കൊണ്ട് കായപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. 1 നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളടുത്ത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയതുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കട്ടകളില്ലാതെ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കാം. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ആ മുളകിലേക്ക് കോട്ടാവാതിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് കുറേശ്ശെ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുളക് ബജി ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് റവയോ അരിപ്പൊടിയോ അല്ലെങ്കിൽ പുട്ടിൻ്റെ പൊടിയോ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പുട്ടിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ റവയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാണുള്ളത്. ഒരുപാട് ലൂസായിട്ടും ഇല്ല, എന്നാൽ അത്യാവശ്യം നല്ല തിക്കായിട്ടാണുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ നല്ല തിളച്ച എണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാവ് കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മുളകിൽ നന്നായിട്ട് എരിവൊക്കെ പോയിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ വെള്ളമൊക്കെ നന്നായിട്ട് കുടഞ്ഞ് കളഞ്ഞിട്ട് വേണം മുളക് എടുത്ത് മാറ്റാനായിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് മാവിൽ മുക്കിയിട്ട് മുളക് ഫ്രൈ ആക്കി എടുക്കാം. മുളക് മാവിൽ മുക്കി നോക്കുമ്പോൾ നന്നായിട്ട് കോട്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കടലമാവ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം മുളക് മുക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് മാവ് കറക്റ്റ് പാകത്തിനാണുള്ളത്. പിന്നെ ഇത് മുകളിലേക്ക് കുറച്ച് ഇരിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ ഫ്രൈ ആക്കുന്നതുകൊണ്ട് ഈ എണ്ണ പിന്നീട് യൂസ് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് മുകളിലത്തെ മാവ് നന്നായിട്ട് എണ്ണയിൽ മുങ്ങാത്തത് കൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കുകയാണെങ്കിൽ നല്ലൊരു ഷേപ്പിൽ തന്നെ കിട്ടും. 2 സൈഡും നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തീരെ ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് എണ്ണ കുടിക്കും. അല്ലാതെ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊന്നും വേവാതിരിക്കും. മുളകൊക്കെ നന്നായിട്ടൊന്ന് വേവാതെ ഇരിക്കും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ടാകുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള മുളകെല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു മുളക് ബജിയിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ തന്നെ കിട്ടും ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്